എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ ഗംഗാധര മേനോന് ബാലേന്ദ്രൻ താമസിക്കുന്ന ഹോട്ടൽ റൂമിലോട്ട് വരികയാണ്. അവിടെ വന്നതിന് ശേഷം അവർ തമ്മിൽ സംസാരിക്കുന്നു. വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ഗംഗാധരനോട് ബാലചന്ദ്രൻ പറയുന്നു, ഗംഗേട്ട, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വിരുന്നിനായിട്ട് വന്നതല്ല. അത് ബാലേന്ദ്ര, ആദ്യമായിട്ട് ഗോവർദ്ധനമായിട്ടില്ല നീ ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് നീ ഹോട്ടലിൽ താമസിക്കാതെ എൻ്റെ വീട്ടിലോട്ട് വരേണ്ടതായിരുന്നല്ലോ. അതെ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ പത്രാസ് ഒന്നും കാണാൻ വേണ്ടി വന്നതല്ല. എനിക്കറിയേണ്ടത് ചില കാര്യങ്ങൾ. എങ്കിൽ നിനക്കറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കാൻ പറയും. അങ്ങനെ വരട്ടെ, അങ്ങനെ കാര്യങ്ങൾ പറയേണ്ട വഴിക്ക് പറയാൻ പറയും. നിനക്കെന്താ അറിയേണ്ടതെന്ന് പറയും. അതെ, ആ വിഷയം തന്നെ ഞാൻ പറയാൻ വരുന്നത്. ഒരു വ്യാഴവട്ടക്കാലം എന്നെ ചതിച്ച് എൻ്റെ കൂടെ താമസിച്ച നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ, അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിൻ്റെ അച്ഛനെക്കുറിച്ച് എനിക്ക് അറിയേണ്ടതെന്ന് നോക്കും. അതിനെക്കുറിച്ചൊക്കെ നീ ഇപ്പോൾ അറിയേണ്ട കാര്യം എന്താണെന്ന് നോക്കും. അറിയണമല്ലോ. നിങ്ങളത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വൈജയെ വിളിച്ച് ചോദിക്കാം. നീ എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നീ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടില്ലേ? അവളുടെ അച്ഛൻ്റെ എന്താ വേണോ? അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറയും. വേണ്ട, ഞാൻ പറയാമെന്ന് പറയും. അങ്ങനെ ഗംഗാധരനെ ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തിയാണ് അലീനയുടെ അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അയാളുടെ പേരെന്താ, അയാൾ ഏത് നാട്ടുകാരനാണ്, എന്താണ് ജോലി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഗംഗാധരന് ഉത്തരം പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അയാളുടെ പേര് സ്റ്റാൻലി ജോസഫ് ആയിരുന്നെന്നും തൻ്റെ സബോർഡിനേറ്റ് ആയിരുന്നു. അയാൾ പുനലൂരാണ് താമസിക്കുന്നത്. അയാളുടെ വീട്ടുപേര് കൊട്ടാരമുറ്റം, അച്ഛൻ ഔസേപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അപ്പം കൊട്ടാരമുറ്റത്ത് ഔദക്കുട്ടി മകൻ സ്റ്റാൻലി ജോസഫ് എന്ന് പറയും. ശരി, ഇനി ബാക്കി നേരിട്ട് കാണുമ്പോഴെന്ന് പറയും. അപ്പം നമ്മുടെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്ര, നീ എന്താ നിൻ്റെ ഉദ്ദേശം? എൻ്റെ ഉദ്ദേശം പലതാണ് ഗംഗേട്ടാന്ന് പറയും. ബാലേന്ദ്ര, നീ ഇനി സ്റ്റാൻലി അന്വേഷിച്ച് പോകാനാണോ? അയാളുടെ പഴയ അഡ്രസ്സ് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അയാൾ ഇപ്പോൾ എവിടെ താമസമൊന്നും എനിക്കറിയത്തില്ല. അതെ, എവിടെയാണെന്നുണ്ടെങ്കിലും അയാൾക്ക് അലീനയുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അലീനെ അയാളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ എൻ്റെ തീരുമാനം എന്ന് പറയും. നീ എന്തൊക്കെയാണ് ബാലേന്ദ്ര ഈ പറയുന്നത്? അലീനെ അയാളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ? അയാൾക്കൊരു കുടുംബമൊക്കെ ഇല്ലേ? എന്തിനാ ആ കുടുംബം നമ്മൾ തകർക്കുന്നതെന്ന് നോക്കും. അപ്പോൾ സ്വന്തം കൂട്ടുകാരൻ്റെ കുടുംബം തകർന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, സ്വന്തം അളിയൻ്റെ ജീവൻ തകർന്നത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗംഗാധരനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലേന്ദ്രൻ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അലീനെ ഇപ്പോൾ സ്റ്റാൻലിയുടെ മുന്നോട്ട് കൊണ്ടു ചെല്ലേണ്ട യാതൊരു കാര്യവും നിനക്കില്ല. അതെല്ലാം വർഷങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയ കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, അവൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു കൊടുക്കാനും തയ്യാറാണ്. അവൾക്കൊരു ജോലി മേടിച്ച് കൊടുക്കാം, വിവാഹം കഴിപ്പിക്കാം, എന്ത് വീട് മേടിച്ച് കൊടുക്കാം, എന്ത് വേണമെങ്കിലും അവൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യാം. മറ്റ് കാര്യങ്ങൾ ഇതൊരിക്കലും വൈജയുടെ ചെവിയിൽ എത്തരുതെന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളെന്ന് പറയും. നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം ഗംഗേട്ടാ. എന്നെ നിങ്ങളെല്ലാവരും ചതിച്ചതാണ്. എനിക്കിനി കൂടുതലൊന്നും ആരോട് സംസാരിക്കാനില്ല. ഇത്രയും അറിഞ്ഞത് തന്നെ വലിയ കാര്യം. ഈ ഒരു കാര്യം അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും. അങ്ങനെ അവരുടെ സംസാരം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയാണ്. അങ്ങനെ രേവതിക്കുട്ടിയും അലീനയും ബബിതയും കൃഷ്ണമ്മോളും ലോഹിത്തും എല്ലാവരും ചേർന്നൊരു യാത്രയൊക്കെ പോയിരിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് യാത്രയെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നുണ്ട്. അവർ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഗ്രേസി ആൻറ്റിയൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് പറയും, ഞങ്ങൾ ഇപ്പോൾ വരും ആൻറ്റി എന്നൊക്കെ പറയും. അങ്ങനെ വീട്ടിലോട്ട് വരും. വീട്ടിലോട്ട് വന്നതിന് ശേഷം പിറ്റേ ദിവസം അവർ കൊല്ലത്ത് ചിന്നമോളെ കാണാനൊക്കെ ആയിട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ അവർ അവിടെ പറമ്പിലൊക്കെ നിൽക്കുന്ന മാങ്ങയും പേരക്കയും എല്ലാമൊക്കെ രോഗത്തിനെ കൊണ്ട് രേവതിക്കുട്ടി പിച്ചിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി അതെല്ലാം കഴിച്ച് നല്ല സന്തോഷമായിട്ടൊക്കെ വരികയാണ്. അതിനുശേഷം പറയും, നമുക്ക് നേരത്തെ തന്നെ കൊല്ലത്തോട്ട് പോകണമെന്ന് പറയും. കൊല്ലത്ത് പോയി ചിന്നുമോളെ കാണാൻ അങ്ങനെ എല്ലാവരും പോകാനൊക്കെ റെഡി ആവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചിന്നുമോളെ കാണാനായിട്ട് കൊല്ലത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അലീന ചോദിക്കും, അല്ല നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. അതെന്താ? അത് ഒന്നാമത്തെ കാര്യം, എനിക്ക് മാമച്ചായന് വരണമെന്നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അത്രയും ദൂരമൊന്നും ഇത് യാത്ര ചെയ്യാൻ വയ്യ. പിന്നെ അത് മാത്രമല്ല, കൊല്ലത്തോട്ട് ഇവിടുന്ന് 150 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വരണം. പിന്നെ നമ്മളെല്ലാവരും കൂടി പോകണമെന്നുണ്ടെങ്കിൽ തന്നെ 2 കാർ വേണം. അത്രയും ലോങ് ഒന്നും മാമച്ചായന് വണ്ടി ഓടിക്കാനും പറ്റത്തില്ല. പിന്നെ മാമച്ചായൻ സുഖമില്ലായിരിക്കുമല്ലോ, ഒരാളിവിടെ എന്തായാലും പോട്ട് വേണമെന്ന് പറയും. നിങ്ങൾ പോട്ട് വാ, നിങ്ങൾ സന്തോഷമായിട്ട് പോട്ട് വരാൻ പറയും. അത് തന്നെ ഞങ്ങളുടെ സന്തോഷം. പിന്നെ പോകുന്നത് ചിന്നുമോളെ കാണാനായിട്ട് തന്നെ അവളുടെ ഞങ്ങളുടെ വിശേഷം ഞങ്ങൾ അന്വേഷിച്ചായിട്ട് പറയണം. പിന്നെ അവളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണേ. പിന്നെ അതൊക്കെ ഞങ്ങൾ എടുക്കാതിരിക്കുമെന്ന് വയ്ക്കും. അതുപോലെ തന്നെ മോളെ ആൾക്കാർ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടെന്ന് അവിടെ സിസ്റ്റർമാരുടെ പറയണമെന്നും മാമച്ചാൻ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമുക്ക് മോളെ പോയി കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയും. 1-2 തവണ അവളെ കണ്ടിട്ടുള്ളെങ്കിലും അവൾ ഞങ്ങളുടെ മനസ്സ് കീഴടക്കിയ ഒരു കുഞ്ഞാന്നൊക്കെ ഗ്രേസി ആൻറ്റിയും പറയും. അവർക്ക് നല്ല വിഷമമുണ്ട് കുഞ്ഞിനെ മറ്റുള്ളവരെ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് അറിയുമ്പോൾ. ശരി, അതൊക്കെ ഞങ്ങൾ സംസാരിക്കാം എന്നൊക്കെ പറയും. അങ്ങനെ രേവതിക്കുട്ടി ഗ്രേസി ആൻറ്റിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അതേസമയം തന്നെയാണ് നമ്മുടെ
ബാലേന്ദ്രൻ താമസിക്കുന്ന ഹോട്ടലിൽ ഗോവർദ്ധനും ബാലേന്ദ്രനും കൂടെ സംസാരിക്കുന്നുണ്ട്. രാവിലെ പുനലൂർക്ക് പോകാനായിട്ട് ബാലേന്ദ്രൻ റെഡിയാവുകയാണ്. അങ്ങനെ ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട്. എടോ എഴുന്നേക്കെന്നൊക്കെ പറയും. ആ ബാലേട്ട ഞാനങ്ങ് ഉറങ്ങിപ്പോയി, ഇവിടുത്തെ തണുപ്പിൽ ഉറങ്ങാൻ നല്ല സുഖമല്ലേ. ഇന്നലെ അല്പം ഓവറായിപ്പോയി, 2 കഴിക്കാനെന്ന് പറഞ്ഞാൽ ഹോട്ടൽ കയറിയത് ബാറിൽ, പക്ഷേ 2 കഴിച്ചപ്പോൾ തൃപ്തിയായില്ല, അങ്ങനെ പിന്നെ 2 കഴിച്ചെന്ന് പറയും. ശരി എന്തായാലും താൻ എഴുന്നേക്കാൻ പറയും. അവിടെ ബ്ലാക്ക് കോഫി ഇരിപ്പുണ്ട്, എടുത്ത് കുടിക്കുക. അല്ല ഗംഗാധരൻ മേനോൻ വന്നായിരുന്നു ചോദിക്കും. വന്ന് മേനോൻ സാർ എന്തു പറഞ്ഞു? എന്തു പറയാൻ, എൻ്റെ ചില ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത്. കിട്ടി. അപ്പോൾ ബാലേട്ടന് കിട്ടാനുള്ള മറുപടിയെ കിട്ടിയോ? പിന്നെ കിട്ടിയല്ലോ, കിട്ടണമല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഇനി എങ്ങോട്ടാണ്? ഇനി നമ്മൾ നേരെ പുനലൂർക്കാണ് പോകുന്നതെന്ന് പറയും. പുനലൂർക്കോ? അതൊക്കെയുണ്ട്, താൻ റെഡിയാവാൻ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ കയറി പുനലൂർക്ക് യാത്ര ഇരിക്കുകയാണ്. ആ സമയത്തേക്കും അല്ല നമ്മളെന്തിനാണ് ബാലേട്ട ഇപ്പോൾ പുനലൂർക്ക് പോകുന്നത്? അതോ, ഞാൻ ഭൂതത്തിനെ കുപ്പിയിലാക്കി കഥ മാത്രമല്ലേ പറഞ്ഞോളൂ. ഇനി ആ ഭൂതത്തിൻ്റെ കുപ്പി തുറക്കുന്ന താക്കോൽ ഇരിക്കുന്ന ഒരാളുണ്ട്, അയാളെ കാണാനാണ് പോകേണ്ടതെന്ന് പറയും. ഭൂതമോ? ബാലേട്ട പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലേ. എല്ലാം ഞാൻ തനിക്ക് മനസ്സിലാക്കി തരാവിടോ, ഭൂതം ആരാണെന്നും താക്കോൽ എന്താണെന്നും ഒക്കെ. പക്ഷേ അതിപ്പോഴല്ല, ഈ യാത്രയുടെ അവസാനം ഞാൻ എല്ലാം തന്നോട് പറയാമെന്ന് പറയും. എന്താ അത് പോരെ? മതി. അങ്ങനെ അവർ നേരെ പുനലൂർക്ക്, അതായത് അലീനയുടെ അച്ഛൻ കൊട്ടാരമുറ്റത്തിൽ ഔദ്യോഗികുട്ടിയുടെ മകൻ സ്റ്റാൻലി ജോസഫിനെ കാണാനായിട്ട് അവർ പോവുകയാണ്. പുള്ളി ഒരു കേണലായിട്ടാണ് വിരമിച്ചതെന്നും ഗംഗാധരൻ മേനോൻ പറയുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ സബോർഡിനേറ്റും ആയിരുന്നു. ആഗ്രഹ വെച്ചുള്ള പരിചയമാണ് വൈജയന്തിക്ക് സ്റ്റാൻലി ആയിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമ്മുടെ കൊല്ലത്തോട്ട് വരുന്ന രേവതിക്കുട്ടിയെയും അലീനയാണ് കാണിക്കുന്നത്. അവർ വന്ന് രേവതിക്കുട്ടി അലീനയും കൂടി വന്ന് സിസ്റ്ററൊക്കെ ചോദിക്കും ചിന്നുമോളെ. അവരെ കണ്ടതും സിസ്റ്റർമാർക്ക് സന്തോഷമാവും. കുട്ടികൾക്ക് എല്ലാവരുടെ ചോക്ലേറ്റും ഡ്രസ്സും എല്ലാം ആയിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ അലീന ബാക്കിയുള്ളവരെയും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളാണെന്നും എല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവർ ചിന്നുവിൻ്റെ കാര്യം ചോദിക്കാൻ പറയും. ചിന്നുമോൾ അകത്തുണ്ടെന്ന് പറയും. അങ്ങനെ അവർ കുറച്ച് കുട്ടികളുമായിട്ടിരുന്ന് കളിക്കുകയാണ്. അവളാണ് ടീച്ചർ, എല്ലാവരെയും പഠിപ്പിക്കുകയെന്ന് പറയും. ഓഹോ എന്ന് പറയും. ഇവൾ കുറുമ്പിയില്ലേ എന്നൊക്കെ പറയും. അങ്ങനെ രേവതിക്കുട്ടിയൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ചിന്നുമോൾ കുറച്ച് കുട്ടികളെയൊക്കെ മുമ്പിൽ പിടിച്ചിരുത്തി ഒരു കമ്പൊക്കെ എടുത്ത് വെച്ച് അങ്ങ് പഠിപ്പിക്കുകയാണ്. ചിന്നുമോളെ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് രേവതി ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചിന്നുമോൾ ഓടി വരികയാണ്. അങ്ങനെ അലീനയും എല്ലാവരും വന്ന് ചിന്നുമോളെയും എടുക്കുകയാണ്. ചിന്നുമോളെ കാണുന്നതും എല്ലാവർക്കും ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. അതും രോഹിത്തിനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ രോഹിത്തും മോളോട്ട് പെട്ടെന്ന് അങ്ങ് അടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കൊണ്ടുവന്ന സ്വീറ്റ്സും ചോക്ലേറ്റ്സും എല്ലാം അവിടുത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സിസ്റ്ററിൻ്റെ ചോദിക്കും, ഞങ്ങൾക്ക് മോളെയും കൊണ്ടൊന്ന് പുറത്ത് പോകണമെന്ന് പറയും. അങ്ങനെ പുറത്തുനിന്ന് വരുന്നവരുടെ കൂടെ ഞങ്ങൾക്ക് മോളെ അയക്കാൻ അനുവാദമില്ല, പിന്നെ നിങ്ങളായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അയക്കുന്നത്, നിങ്ങൾക്കല്ലേ അവൾ കൂടുതൽ ഉത്തരവാദിത്വം എന്ന് പറയും. ഞങ്ങൾ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് തന്നെ അധികമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പുറത്ത് കൊണ്ടുപോകണം, ഏതെങ്കിലും ഒരു നല്ലൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിലൊന്ന് കൊണ്ടുപോകണം, ജസ്റ്റ് കുറച്ച് നേരം ഞങ്ങളോട്ടൊന്ന് കളിക്കുക, തിരിച്ചപ്പോഴേ കൊണ്ടുവരാൻ. ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് നല്ലൊരു പാർക്കിലോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ ചിന്നുമോളും അലീനയും ഒക്കെ ആയിട്ട് വരികയാണ്. ആ സമയത്ത് അലീന അവിടെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ അവരെല്ലാവരുടെയും കിടന്നങ്ങ് കളിക്കുകയാണ്. സൈക്ലിങ്ങും ഓടിയും പാർക്കിലോ കിടന്നങ്ങ് കളിക്കുകയാണ്. എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ അങ്ങ് എൻജോയ് ചെയ്യുന്നുണ്ട് മോള്. അങ്ങനെ രോഹിതാണെങ്കിൽ മോളെ താഴ്ത്ത് വെക്കാതെ അങ്ങ് എടുത്തുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ രേവതിക്കുട്ടിയും അലീനയും കൃഷ്ണമുഖൊക്കെയും ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരുടെയും കിടന്ന് കളിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന ഇങ്ങനെ മാറിയിരിക്കുകയാണ്. ആ സമയത്ത് രേവതി വന്ന് ചോദിക്കും, അല്ല എന്താ അലീന ചേച്ചി മാറിയിരിക്കുന്നത്? ഒന്നുമില്ല, നിങ്ങളൊക്കെ കളിക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട്, നിങ്ങൾ നല്ലോണം എൻജോയ്, ഞാൻ ഇതൊക്കെ അതൊന്നും പറ്റത്തില്ല, ചേച്ചി അങ്ങനെ മാറിയിരിക്കണം, ചേച്ചിയും കൂടി എൻജോയ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കൂടെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി അലീനയുടെ കൈ പിടിച്ച് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി നല്ല സന്തോഷമായിട്ട് അടിച്ച് പൊളിക്കുകയാണ് അവിടെ നിന്നിട്ട്. അങ്ങനെ ആ സമയം തന്നെ നമ്മുടെ പുനലൂർക്ക് പോകുന്ന ഗോവർദ്ധനും ബാലേന്ദ്രനും കൂടി യാത്ര തിരിക്കുകയാണ്. ഇനി നേരെ പുനലൂർക്ക് പോയി സ്റ്റാൻലിയെ കണ്ടുപിടിച്ച് അലീനയുടെ കാര്യം പറയണം എന്ന് തീരുമാനിച്ചതിനാണ് ബാലേന്ദ്രൻ പുനലൂർക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കഥയും ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.